ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 108-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് നാം പ്രാർത്ഥനയോടുകൂടെ 11-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ 11-ാം അധ്യായം ശ്രദ്ധയോടെ ഒന്ന് വായിക്കുവാൻ ഓരോ പ്രിയ കേൾവിക്കാരെയും ഞാൻ ശുപാർശ ചെയ്യുന്നു. 11-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, അമോന്യനായ നാഹാശിൻ്റെ ഭീഷണി, അതിനെ തുടർന്ന് ശൗലിലൂടെയുള്ള ദൈവത്തിൻ്റെ വിടുതൽ. 2-ാമത്തെ വിഷയമെന്ന് പറയുന്നത് ഗിൽഗാലിൽ വെച്ചുള്ള ശൗലിൻ്റെ രാജത്വത്തിൻ്റെ പുതുക്കം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് ആമുഖമായി ഒരു വസ്തുത പ്രധാനമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഗിലെയാദിലെ യാബേഷ് പട്ടണത്തിന് നേരെ ശത്രുവായ നാഹാഷ് ഉയർത്തിയ ഭീഷണി ഉണ്ടാക്കിയ ദുഃഖം ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക്, ധ്യാനിക്കുന്നവർക്ക് ഹൃദയത്തിലേറെ നടുക്കവും സങ്കടവും ഉണ്ടാക്കുന്ന തരത്തിലാണ് ദൈവജനമായ ഇസ്രായേലിനോട് ഇവിടെ ശത്രുവായിട്ടുള്ള അമോന്യനായ നാഹാഷ് പെരുമാറുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ശത്രുഭീഷണിയുടെ നടുവിലും ദൈവത്തിൻ്റെ പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചതാണ്. ദൈവത്തിന് അതിൽ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം തൻ്റെ ജനത്തെക്കുറിച്ചുണ്ട്. അതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ ശത്രുവിൻ്റെ ഭീഷണി ഇസ്രായേൽ രാജാവായിട്ട് ശൗലിൻ്റെ രാജത്വത്തിലേക്കുള്ള സുഗമമായ ചില വാതിലുകൾ ജനത്തിൻ്റെ മധ്യത്തിൽ തുറക്കപ്പെടുവാനായിരുന്നു. അതിനാണ് ദൈവം ഈ കാര്യം ശത്രുവിന് അനുവാദം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ഈ സംഭവം ഇസ്രായേൽ ജനത്തിന് ശൗൽ എന്ന അടുത്ത രാജാവിനെ, തങ്ങളുടെ ആദ്യ രാജാവിനെ മനസ്സിലാക്കുവാനും അംഗീകരിപ്പാനും ഒരു മുഖാന്തരമായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ നാം നേരിടേണ്ടി വന്നേക്കാം. ഓർക്കുക, ഒരുവൻ രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ പിശാച് അവന് എതിരായിത്തീരുന്നു. അല്പം കൂടെ കൃത്യമായി പറഞ്ഞാൽ, ഒരു ദൈവ പൈതൽ എത്രത്തോളം ദൈവത്തെ അനുസരിക്കുന്നുവോ, ഒരു ദൈവ പൈതൽ എത്രത്തോളം ആത്മീക ജീവിതത്തിൽ മുന്നേറുന്നുവോ, ഒരു ദൈവത്തിൻ്റെ പൈതൽ പരിശുദ്ധാത്മാവിന് എത്രത്തോളം വിധേയപ്പെടുന്നുവോ, അത്രത്തോളം ശത്രുവായ പിശാച് വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ അവൻ്റെ നേരെ അഴിച്ചുവിടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിശാചാണ് ആ തരത്തിൽ ആക്രമണം നടത്തുന്നതെങ്കിലും കർത്താവ് സമ്മതിക്കാതെ, കർത്താവ് അനുവാദം കൊടുക്കാതെ ദൈവ പൈതലിന് നേരെ ചെറുവിരലണക്കുവാൻ പിശാചിന് സാധിക്കുകയില്ല. എന്നാൽ പിശാച് പ്രതിരോധം ഉയർത്തുമ്പോൾ, അത് ദൈവം മൗനമായി നമ്മുടെ ജീവിതങ്ങളിൽ അനുവദിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട. കാരണം എന്താ? ഇവിടെ ഇതാ ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ശത്രുഭീഷണി ശൗൽ രാജാവിൻ്റെ രാജത്വത്തിലേക്കുള്ള സുഗമമായ വഴിയായി തീർന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പിശാചുയർത്തുന്ന അനേക വസ്തുതകൾ, പ്രതിരോധങ്ങൾ നാം ദൈവകൃപയിൽ ആശ്രയിച്ച് ജയിക്കുമ്പോൾ അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കരുത്തായിത്തീരും. അത് ക്രിസ്തീയ ജീവിതത്തിൽ അനേക ദൈവിക പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള വഴികളായിത്തീരും. അനേക നന്മകൾ നമുക്ക് അനുഭവിപ്പാൻ അത് മുഖാന്തരമായി തീരും.
ശത്രുവിൻ്റെ ഭീഷണി ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് നമ്മളത് ചിന്തിക്കും. അവൻ കൊണ്ടുവന്നിട്ടുള്ള ഭീഷണിയുടെ ആഴം, അതിൻ്റെ ക്രൂരത വളരെ വലുതാണ്. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അത്ഭുതകരമായ നിലയിൽ തൻ്റെ ജനത്തെ പരിപാലിക്കുന്ന ചിത്രമാണ് 11-ാം അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷയുടെ മേഖലകളിൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്താം, കർത്താവ് അനുവദിക്കാതെ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല. കർത്താവ് നമുക്ക് അനുവദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നാം അറിയാത്ത അനേക ആത്മിക നന്മകൾ മറഞ്ഞു കിടപ്പുണ്ട്. ദൈവഹിതപ്രകാരം നാം ശത്രുവിനെ നേരിട്ട് ആത്മിക വിജയം പ്രാപിക്കുമ്പോൾ ദൈവത്തിന് നിരവധിയായിട്ടുള്ള സ്വർഗീയ പദ്ധതികളുടെ നടത്തിപ്പ്, അതിൻ്റെതായിട്ടുള്ള പരിപാലനം നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ശത്രുഭീഷണിയുടെ ആഴം കൂടുന്തോറും നമ്മെ പരിപാലിക്കുന്ന ദൈവകൃപയുടെ വർധനവും സമൃദ്ധിയും ഉണ്ടാകും. പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ തീർച്ചയായിട്ടും സൂക്ഷിക്കും. അവിടുന്ന് എപ്പോഴും നമ്മളെ കരുതുന്ന ദൈവമാണ്. കർത്താവ് പറഞ്ഞതുപോലെ, ആർക്കും നിങ്ങളെ എൻ്റെ കൈകളിൽ നിന്ന് എടുക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാക്കപ്പെട്ടിട്ടുള്ള ദൈവ പൈതൽ ശത്രുഭീഷണിയുടെ മുൻപിൽ പതറേണ്ടുന്ന ആവശ്യമില്ല. മറിച്ച് അവൻ കൃപയിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ നിന്നാൽ മാത്രം മതി. ഇന്ന് അങ്ങേ വിവിധമായ പ്രശ്നങ്ങൾ അലട്ടുന്നുവെങ്കിൽ ഓർമ്മപ്പെടുത്തട്ടെ, കർത്താവ് അങ്ങയെ ജയിപ്പിക്കുവാൻ മതിയായവനാ. സ്വർഗത്തിലെ ദൈവത്തിന് അങ്ങയെക്കുറിച്ചുള്ള വിവിധമായ പദ്ധതികളുടെ നിർവഹണം ദൈവം നിർവഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് കൃപ വേണം. ശത്രുവിൻ്റെ ഭീഷണിയുടെ മുൻപിൽ പതറിപ്പോകാതെ നിൽപ്പാൻ, അങ്ങയുടെ വലിയ കൃപയിൽ ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇത് പ്രാർത്ഥിക്കുമെങ്കിൽ അങ്ങയ്ക്ക് വിജയിപ്പാൻ കഴിയും. അതിനായിട്ട് സ്വർഗം കൃപ തരട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.